ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദവമായ സ്വാഗതം. ഈ അധ്യായത്തിൽ നമ്മൾ വിശകലനം ചെയ്യുന്നത് ആയില്യം നക്ഷത്രത്തിൻ്റെ 2025 ആണ്ട് നവംബർ ഡിസംബർ മാസങ്ങളിലെ ഗുണദോഷ ഫലങ്ങളാണ്. ഞാൻ ആദ്യമായി ഒന്ന് പറഞ്ഞോട്ടെ, ഇത് ആയില്യം നക്ഷത്രക്കാരുടെ പൊതുവായ ഫലമാണ് നമ്മളിവിടെ വിശകലനം ചെയ്യുന്നത്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും വ്യക്തിഗത ഫലം ലഭിക്കുന്നതിനായിട്ട് നിങ്ങളുടെ ജാതകം ഒരു ഉത്തമനായ ജ്യോതിഷിയെ കാണിച്ച് രാശി ചിന്തനം നടത്തി മുന്നോട്ട് പോകുന്നതായിരിക്കും എന്തുകൊണ്ടെന്നുള്ളത്. ഇനി പൊതുവായ ഫലത്തിലേക്ക് വരാം. ഈ ആയില്യം നക്ഷത്രത്തിൽ പിറന്നവർക്ക് 2025 ആണ്ട് നവംബർ ഡിസംബർ മാസങ്ങളൊക്കെ വളരെ ഗുണകരമായിട്ട് കാണുന്നു. ചില വിഷയങ്ങളൊക്കെ ഒഴിച്ചാൽ പൊതുവെ കാലം അനുകൂലമാണ്. ഇതിലെടുത്ത് പറയുന്നത്, നിങ്ങൾക്ക് വാഹന യോഗം കാണുന്നുണ്ട്. പുതിയ വാഹനങ്ങൾ വാങ്ങുക, നിലവിലുള്ളവ മാറ്റി വാങ്ങുക. അപ്പോൾ വാഹനം വാങ്ങണമെന്ന് ആഗ്രഹിച്ചിരുന്നവർക്ക് അതിനൊക്കെ സാധിക്കുന്നൊരു സമയമാണ്. എന്നാൽ എടുത്തു പറയേണ്ടത്, ഏറ്റെടുത്ത കാര്യങ്ങൾ പൂർത്തീകരിക്കുന്നതിന് നിങ്ങൾക്ക് നന്നായിട്ട് വിഷമിക്കേണ്ട സാഹചര്യം കാണുന്നുണ്ട്. പറഞ്ഞ സമയത്ത് ചില കാര്യങ്ങളൊക്കെ തീർത്തു കൊടുക്കുന്നതിനായിട്ട് നിങ്ങൾ നന്നായിട്ട് പാടുപെടേണ്ടി അല്ലെങ്കിൽ ബുദ്ധിമുട്ടേണ്ടി വരും. നിങ്ങൾക്ക് ഗൃഹദോഷങ്ങൾ, ദീർഘനാളായിട്ടുണ്ടായിരുന്ന ഗൃഹവുമായി ബന്ധപ്പെട്ടുള്ള ദോഷങ്ങളൊക്കെ ഒന്ന് മാറിക്കിട്ടും. എന്നാൽ എടുത്തു പറയേണ്ടത്, സ്വജനങ്ങളുടെ വിയോഗം നിങ്ങൾക്ക് കടുത്ത മനോദുഃഖം ഉണ്ടാക്കുന്ന ഒരു സാഹചര്യവും ഈ നവംബർ ഡിസംബർ മാസങ്ങളിൽ കാണുന്നുണ്ട്. നിങ്ങൾ ഈ തീയതികളൊന്ന് നോട്ട് ചെയ്യുക. 2, 6, 10, 16, 20, 28 എന്നീ തീയതികൾ നിങ്ങൾക്ക് ഒട്ടും ശുഭകരമായിട്ട് കാണുന്നില്ല. ഈ ദിവസങ്ങളിൽ ശുഭകരമായിട്ടുള്ള ഒരു കാര്യം തുടങ്ങി വെക്കരുത്, അല്ലെങ്കിൽ ചെയ്യരുത്. ദീർഘയാത്രകൾ പോകരുത്. അസമയത്തുള്ള യാത്രകളും കഴിയാവുന്നതും ഒഴിവാക്കുക. നിങ്ങൾക്ക് ഈശ്വരാനുഗ്രഹമൊക്കെ നവംബർ 2ാമത്തെ ആഴ്ചയോടുകൂടിയൊക്കെ ആകുമ്പോൾ ഈശ്വരാനുഗ്രഹമൊക്കെ ആയിട്ട് ആഗ്രഹം നല്ലപോലെ കൂടി വരുന്നതാണ്. അതിനാൽ എല്ലാ ബുദ്ധിമുട്ടുകളെയും നിങ്ങൾക്ക് 2 ആഴ്ചക്കുള്ളിൽ തരണം ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് ആത്മവിശ്വാസവും ഉത്സാഹമൊക്കെ വർദ്ധിക്കുന്നൊരവസ്ഥ ഉണ്ടാകുന്നതാണ്. നവംബർ അവസാനത്തോടുകൂടി ആകുമ്പോൾ നിങ്ങൾക്ക് വീട് പുതുക്കിപ്പണിയാനുള്ള യോഗം കാണുന്നുണ്ട്. ചിലർക്കൊക്കെ സാമ്പത്തികമായിട്ടൊക്കെ വൻ പുരോഗതിയാണ് ഈ ആയില്യം നക്ഷത്രക്കാർക്ക് ഈ നവംബർ ഡിസംബർ മാസങ്ങളിൽ കാണുന്നത്. നിങ്ങൾക്ക് ദീർഘനാളായിട്ടുണ്ടായിരുന്ന ദാമ്പത്യ ജീവിതത്തിലെ പൊരുത്തക്കേടുകളൊക്കെ ഒരുവിധം മാറിക്കിട്ടുന്നൊരവസ്ഥ ഉണ്ടാകുന്നതാണ്. അഭയം പ്രാപിച്ചു വരുന്നവർക്ക് ആത്മവിശ്വാസവും സാമ്പത്തിക സഹായവും നൽകുന്നൊരവസ്ഥയും നിങ്ങൾക്ക് ഉണ്ടായി വരുന്നതാണ്. നിങ്ങൾ ബിസിനസ്സുകാരൊക്കെ ആണെങ്കിൽ കഴിയാവുന്നതും ഇടനിലക്കാരെയൊക്കെ ഒന്ന് ഒഴിവാക്കുന്നത് ബുദ്ധിപരമായൊരു നീക്കമായിരിക്കും. അതല്ല എങ്കിൽ പ്രോപ്പർട്ടി ബിസിനസ്സോ പ്രോപ്പർട്ടി സെയിലോ മറ്റേതെങ്കിലും രീതിയിലുള്ള കൊടുക്കൽ വാങ്ങലിലൊക്കെ ഇടനിലക്കാരെ, ഏജൻറ്റുമാരെയൊക്കെ ഒഴിവാക്കുന്നത് നിങ്ങൾക്ക് ഗുണകരമായിരിക്കും. ജീവിതത്തിലുണ്ടായിരുന്ന മാർഗ തടസ്സങ്ങളൊക്കെ ഒരുവിധം മാറിക്കിട്ടുന്ന ഈ ഡിസംബർ മാസമൊക്കെ ആകുമ്പോൾ ജീവിതത്തിലുണ്ടായിരുന്ന മാർഗ തടസ്സമൊക്കെ ഒരുവിധം മാറിക്കിട്ടും. സഹോദരങ്ങളൊക്കെ ഇച്ചിരി മോശമായിട്ടൊക്കെ ആയിരിക്കും നിങ്ങളോട് പെരുമാറുന്നത്. ഈ ഡിസംബർ മാസമൊക്കെ ആകുമ്പോൾ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും സഹോദരങ്ങളുമായിട്ട് ബന്ധപ്പെട്ട്. നിങ്ങൾ സാമ്പത്തിക കടബാധ്യത വരുത്തി വെക്കുന്ന പ്രവർത്തനത്തിൽ നിന്നൊക്കെ ഒന്ന് പിന്തിരിയുന്നത് ഗുണകരമായിരിക്കും. നമ്മുടെ കയ്യിൽ പണമില്ലാതിരിക്കുമ്പോൾ ലോൺ എടുക്കുക ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്യും ബിസിനസ്സിന് വേണ്ടി. അതൊക്കെ ഇപ്രാവശ്യം ഒന്ന് ഹോൾഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഈ സമയത്ത് അത്ര ഗുണകരമായിട്ട് കാണുന്നില്ല. ബാധ്യതകൾ സാമ്പത്തിക ബാധ്യതകൾ ഉണ്ടാകുന്ന പ്രവർത്തനങ്ങളിൽ നിന്ന് ബുദ്ധിപൂർവ്വം പിന്മാറുന്നതായിരിക്കും ഗുണകരം. നിങ്ങൾക്ക് ഈശ്വരാനുഗ്രഹമൊക്കെ കൂടുതലുള്ളതുകൊണ്ട് സാമ്പത്തിക രംഗത്തും കർമ്മരംഗത്തും വൻ പുരോഗതി കാണുന്ന സമയമാണ്. ഡിസംബറൊക്കെ ആകുമ്പോൾ നിങ്ങളുടെ ബിസിനസ്സൊക്കെ ഉച്ചസ്ഥായിലെത്തുന്നതാണ്. നിങ്ങളുടെ പേഴ്സൊക്കെ നിറയുന്നതാണ്. നിങ്ങൾക്ക് ദീർഘനാളായിട്ട് രോഗശൈലിയിൽ കിടന്നവർക്കൊക്കെ രോഗങ്ങളിൽ നിന്നും മുക്തിയുണ്ടായി നല്ലൊരു ജീവിതത്തിലേക്ക് തിരികെ വരാനുള്ള അവസരം ദൈവം തരുന്നതാണ്. നിങ്ങൾ പുണ്യകർമ്മങ്ങൾ ചെയ്തും പുണ്യസ്ഥലങ്ങളും ദർശിക്കേണ്ട സമയമാണ്. അതോടൊപ്പം തന്നെ ദോഷഫലങ്ങളുടെ കാഠിന്യം കുറയ്ക്കാനും സൽഫലങ്ങളുടെ മാറ്റു വർദ്ധിപ്പിക്കുന്നതിനുമായിട്ട് നിങ്ങൾ വ്യാഴാഴ്ച ദിവസമോ വെള്ളിയാഴ്ച ദിവസമോ ഒക്കെ ദേവീക്ഷേത്രത്തിൽ പോകുന്നത് നല്ലതാണ്. ദേവീക്ഷേത്രത്തിൽ പോവുക, ദേവിക്ക് വെളുത്ത പായസം നിവേദിക്കുക. ഭദ്രകാളി ദേവീക്ഷേത്രമാണെങ്കിൽ ഇരട്ടി മധുരം നിവേദിക്കുക, 6 നാഴി നിവേദിക്കുക ഒക്കെ ചെയ്യുന്നത് ഗുണകരമാണ്. ദേവിക്ക് നാരങ്ങമാല നൽകുക. ലക്ഷ്മി ക്ഷേത്രത്തിലാണെങ്കിൽ വെളുത്ത പുഷ്പങ്ങൾ കൊടുക്കുക, വെളുത്ത പായസം നൽകുക, വെളുത്ത ഉടയാട നൽകുക, താലി സമർപ്പിക്കുക ഒക്കെ ചെയ്യുന്നത് ഗുണകരമാണ്. എല്ലാവർക്കും അമ്മയുടെ അനുഗ്രഹത്താൽ നല്ലൊരു സമയമുണ്ടാകട്ടെ. ദോഷങ്ങളൊക്കെ മാറി ഗുണാനുഭവങ്ങളുടെ മാറ്റം വർദ്ധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. തുടർന്നുള്ള മാസങ്ങളിലെ വീഡിയോ കൃത്യമായി ലഭിക്കുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.